ഒരുപാടധികം സ്നേഹത്തോടുകൂടി ആദ്യമേ തന്നെ സ്വാഗതം ചെയ്യുകയാണ്. അത് നമുക്ക് ഏവർക്കും പ്രിയകരനായിട്ടുള്ള ശ്രീമാൻ ജഗദീഷ് സുരുവാന്റെ പ്രസൻസ് തന്നെ അദ്ദേഹത്തിന്റെ ലൈഫിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള മൊമെന്റിലേക്ക് ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപാടധികം സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. സോ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങൾ നമ്മൾ ഈ ഒരു സ്ക്രീനിൽ ഇപ്പൊ കണ്ടത് തന്നെയാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയ റീസൺ തന്നെ. മലയാള സിനിമയ്ക്ക് പകരം വയ്ക്കാൻ കഴിയാത്ത അത്രയധികം പ്രഗത്ഭനായ ഒരു കലാകാരന്റെ 75ാം ജന്മദിനം ആഘോഷിക്കാനായിട്ടാണ് നമ്മളെല്ലാവരും ഇത്രയധികം സന്തോഷത്തോടു കൂടി ഒത്തുചേർന്നിട്ടുള്ളത്. അപ്പൊ ഒത്തിരി പേരാണ് ആക്ച്വലി ഇന്നത്തെ ഒരു ദിവസത്തില് അദ്ദേഹത്തിന്റെ ലൈഫിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള മൊമെന്റ് 75ാം ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി ചേർന്നിട്ടുള്ളത്. അപ്പൊ ഒരുപാടധികം സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തു വീണ്ടും വീണ്ടും. ബിക്കോസ് ഒരുപാട് സന്തോഷിക്കുന്ന ഒരു മൊമെന്റിലാണ് നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. കാരണം എന്താണ് പറയാനുള്ളത്, 1500ഓളം സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള, അതായത് ഒരു നോട്ടം, ഒരു ഭാവം, ഒരു ചലനം പോലും നമുക്ക് എല്ലാവർക്കും ശരിയും കണ്ണീരും ഏതൊരു ക്യാരക്ടറും അദ്ദേഹത്തിന്റെ കയ്യിൽ സേഫ് ആയിരുന്നു. അത് തന്നെയാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള വാക്കുകൾ എന്ന് പറയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന, ഒരിക്കലും മറക്കാനാകാത്ത നിരവധി ക്യാരക്ടേഴ്സ് ആണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. നിരവധി അവാർഡ്സും അദ്ദേഹത്തെ നേടിയിട്ടുണ്ട്. അപ്പം എന്തായാലും ഒത്തിരി സന്തോഷത്തോടു കൂടി തന്നെ നമ്മൾ ഇന്നത്തെ ഈ ഒരു ദിവസം അദ്ദേഹത്തിന്റെ 75ാം ജന്മദിനം ആഘോഷിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ തുടർന്ന് ഈ ഒരു വേദിയിലേക്ക് ഉറപ്പായിട്ടും ജന്മദിനം തന്നെയാണ് മനസ്സിൽ ചെയ്തത്. യെസ്. അപ്പൊ എന്തായാലും ഒരുപാടധികം സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിന്റെ 78ാം ജന്മദിനത്തിലേക്ക് ഒരുപാടധികം സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പം എന്തായാലും ഈ ഒരു വേദിയിലേക്ക് അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒന്ന് സെന്ററിലേക്ക് എത്തിക്കാനായിട്ട് അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഈ ഒരു ഫ്രെയിം കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ ഫാമിലി ജോയിൻ ചെയ്യണം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഫാമിലി മെമ്പേഴ്സിന് ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മകൻ ശ്രീ രാജ്കുമാർ സർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം തന്നെ ജഗദീഷ് കുമാർ സാറിന്റെ വൈഫ് ശ്രീമതി ശോഭ ശ്രീകുമാർ മാമിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. തുടർന്ന് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ബഹുമാനപ്പെട്ട PC ജോസ് സാറിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ വൈഫ് ഉഷാശുകൊണ്ട് നമ്മുടെ ചടങ്ങുകൾക്ക് നമ്മുടെ ഒരു ആഘോഷ രാവിന് തുടക്കം കുറിക്കാനായിട്ട് രണ്ടുപേരെ ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ്. ഇങ്ങനെയൊരു ഒത്തുകൂടലിലൂടെ ആഘോഷിക്കാമെന്ന് വിചാരിച്ച അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ഞാൻ ആദ്യമേ അഭിനന്ദിക്കുകയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും ഈ ഒരു പിറന്നാൾ ആശംസകൾ പറയാനും
വീണ്ടും തികയെ കാണാനും ഒക്കെ ഒരു അവസരം കിട്ടി. നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞുപോകാത്ത കുറേയേറെ ചിത്രങ്ങൾ, കുറേയേറെ ദൃശ്യങ്ങൾ മലയാളിക്ക് അനശ്വരമായി സമ്മാനിച്ച ഈ നടൻ. സമാനതകളില്ലാത്ത നടനെന്നൊക്കെ പറയുന്നത് സാധാരണ ഒരു പ്രയോഗമാണ്. വയലാറിന്റെ ഒരു പാട്ടുണ്ടല്ലോ, ഇനിയൊരു ജന്മ. വളരെ വിശദമായി ജയകുമാർ പറയുകയായി. ഞാൻ അതേപോലെ ജഗദീഷ് ശ്രീകുമാർ സാറിൻ്റെ കോൺട്രിബ്യൂഷനോ അദ്ദേഹത്തിൻ്റെ മലയാളികളുടെ സാന്നിധ്യങ്ങളാണ് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ ഈ ഒരു വേദിയിൽ ചെയ്യുന്നത് എൻ്റെ വ്യക്തിപരമായ പേരിലും കേരള ചലച്ചിത്ര അക്കാദമിയുടെ പേരിലും അദ്ദേഹത്തിന് 75ാമത് ജന്മദിന ആശംസകൾ അർപ്പിക്കുവാനും അതോടൊപ്പം തന്നെ കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമിയുടെ പേരിലുള്ള പാരിതോഷികവും ഞങ്ങളുടെ സ്നേഹവും ബഹുമാനവും അർപ്പിക്കാനാണ്. അതിലേക്കായി കേരള ചലച്ചിത്ര അക്കാദമിയുടെ സെക്രട്ടറി ശ്രീ അജോയ് ചന്ദ്രനെ ഞാൻ സ്റ്റേജിൽ ക്ഷണിക്കുന്നു. നമ്മളുടെ എല്ലാവരുമായിട്ടുള്ള ജഗതിയായിട്ടുള്ള ജഗതിയെപ്പറ്റി എനിക്ക് അഭിനയത്തിൻ്റെ കാര്യത്തിലോ മറ്റുള്ള കാര്യത്തിലോ ഒന്നും എനിക്ക് പറയാനില്ല. കാര്യം നമ്മുടെ അദ്ദേഹത്തെ കാണുക, ആസ്വദിക്കുക. കറങ്ങിങ്ങനെ കിടന്നു പറഞ്ഞാൽ 3-3:30 മണിയായിരിക്കണം. അപ്പോൾ അന്ന് അത്യാവശ്യം മാറ്റിൻ്റെ കാറൊക്കെ എടുത്തു. പിന്നെ ചിലവിനൊന്നും വലിയ പൈസയൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 3:30 മണി കഥവിൽ ഒരാൾ തട്ടുകയാണ്. അപ്പോൾ ഞാൻ കഥ പറഞ്ഞപ്പോൾ അമ്പലച്ചേട്ടൻ നിൽക്കുന്നു. ഞാൻ ചെറുതായിട്ട് ഒരു ചെക്ക് തന്നിട്ട് പറഞ്ഞു, എന്താ ഇതൊരു 5000 രൂപയുണ്ട്. നീ എൻ്റെ സിനിമയിലെ 2 നായകന്മാരിൽ ഒരാളാണ്. എനിക്ക് 25,000 രൂപയാണ് ഈ സിനിമയ്ക്ക് ഞാൻ ശമ്പളമായിട്ട് നൽകാൻ പോകുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ ഒരു 15,000 രൂപ കൂടുതൽ ഒരു സിനിമയിൽ വാങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞാൻ ഞെട്ടി. 5000 രൂപയുടെ ചെക്ക് കണ്ട് ഞെട്ടി. അങ്ങനെ നമ്മൾ ചെന്നപ്പോയി അങ്ങനെ ഷൂട്ടിങ് തുടങ്ങി. ഷൂട്ടിങ് നടന്നുകൊണ്ടിരുന്നപ്പോൾ പ്രൊഡ്യൂസർ ടൈമിൽ അതുപോലെ തന്നെ ആ കാലത്ത് കാശില്ലാതെ പടം നിന്നത്. അങ്ങനെ ഞാനും മകേഷും വേറെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി കുറച്ചാളേക്കും പോയി. അപ്പോൾ ഈ പ്രൊഡ്യൂസർ വീണ്ടും കാശൊക്കെ റെഡിയാക്കി ബാക്കി ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് അമ്പലച്ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, ഷൂട്ടിങ് തുടങ്ങി, നിങ്ങൾ 2 പേരും വരണം. അപ്പം നമ്മൾ ഈ തുളസിദാസിൻ്റെ കാസർഗോഡ് കാതർബായ് എന്ന് പറയുന്ന സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെച്ച്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ അവിടെ ഇങ്ങനെ ക്ലൈമാക്സ് ആണ്, ഇവർ വിടുന്നില്ല, ഒരു 3 ദിവസം കൂടെ കഴിഞ്ഞാൽ ഇത് കഴിയും, അപ്പോഴത്തേക്ക് ഞങ്ങൾ വരാം. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഞാൻ ഷൂട്ടിങ് തുടങ്ങി, നിങ്ങൾ രണ്ടുപേരുമാണ് നായകന്മാർ, നിങ്ങൾ വരാതെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ വന്നേ പറ്റുള്ളൂ. ഞങ്ങൾ പോയില്ല, പോകാൻ പറ്റത്തില്ല. അങ്ങനെ അമ്പലച്ചേട്ടൻ എന്തെന്ന് വെച്ചാൽ ആലപ്പുഴയിൽ കാറെടുത്ത് നേരെ കൊച്ചിയിലുള്ളൂ.
ഒരു ദിവസം വൈകുന്നേരം വന്നിട്ട് എന്നെ മകേഷൻ തന്തയ്ക്ക് വിളിച്ചിട്ട് പോയി. നടന്ന സംഭവമാണ്. ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പണ്ട് ഞാൻ